ആലപ്പുഴ വാഹനാപകടത്തിൽ മരിച്ച 5 വിദ്യാർത്ഥികൾക്ക് കണ്ണീരോടെ വിട. വണ്ടാനം മെഡിക്കൽ കോളേജിൽ പൊതുദർശനം തുടരുന്നു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മന്ത്രിമാരായ വീണ ജോർജ്, സജി ചെറിയാൻ, പി പ്രസാദ് അടക്കമുള്ളവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. കണ്ണീർ പൂക്കളർപ്പിച്ച് കൂട്ടുകാരും പ്രിയപ്പെട്ടവരും. വാഹനമുടമയെ ചോദ്യം ചെയ്യാൻ മോട്ടോർ വാഹന വകുപ്പ് നീക്കം ആരംഭിച്ചു. അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ RTOയെ ചുമതലപ്പെടുത്തിയെന്ന് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് പറഞ്ഞു. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, ഹൃദയഭേദകമായ കാഴ്ച. പൊതുദർശനം സമാപിക്കാറായോ? ഇനി അവരവരുടെ വീടുകളിലേക്ക് അന്ത്യകർമ്മങ്ങൾക്കായുള്ള മടക്കമാണോ? ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ 5 വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ വാഹന അപകടം ഇന്നലെ രാത്രിയാണ് ഉണ്ടായത്. KSRTC ബസ്സും വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. മിഥുൻ അയ്യപ്പനിലേക്ക് പോകുന്നു. മിഥുൻ, പൊതുദർശനം എത്ര സമയം കൂടി ഉണ്ടാകും? കൂടുതൽ വിവരങ്ങൾ. പൊതുദർശനം അവസാനിക്കുകയാണ്. അതിന്റെ വിദ്യാർത്ഥികളിൽ 3 പേരുടെ ഭൗതികദേഹങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. 3 പേരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ ആംബുലൻസിലേക്ക് മാറ്റിക്കഴിഞ്ഞു. വിദ്യാർത്ഥികൾ പക്ഷെ ഇപ്പോഴും ശേഷിക്കുന്ന വിദ്യാർത്ഥികൾ ഇപ്പോഴും ഭൗതികദേഹം കാണുന്നതിന് വേണ്ടി വരിവരിയായി പൊതുദർശനത്തിൽ പങ്കെടുത്തുകൊണ്ട് ആംബുലൻസിലേക്ക് മാറ്റിക്കഴിഞ്ഞു. വിദ്യാർത്ഥികൾ പക്ഷെ ഇപ്പോഴും ശേഷിക്കുന്ന വിദ്യാർത്ഥികൾ ഇപ്പോഴും ഭൗതികദേഹം കാണുന്നതിന് വേണ്ടി വരിവരിയായി പൊതുദർശനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ 3 പേരുടെ ഭൗതികദേഹം ഇപ്പോൾ ആംബുലൻസിലേക്ക് മാറ്റിക്കഴിഞ്ഞു. ശേഷിക്കുന്ന 2 പേരെ കൂടി ഇപ്പോൾ വൈകാതെ തന്നെ ആംബുലൻസിലേക്ക് മാറ്റുകയും അവരുടെ ജന്മഗൃഹങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ഏതാണ്ട് 12 മണിയോടുകൂടി ആരംഭിച്ച പൊതുദർശനമാണ് ഇപ്പോൾ 1 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. വിവിധ വകുപ്പ് മന്ത്രിമാർ, ആരോഗ്യമന്ത്രി, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തുടങ്ങിയ വിശിഷ്ട വ്യക്തികൾ ഇവിടേക്ക് എത്തുകയും പ്രമുഖരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ ഇവിടേക്ക് എത്തുകയും വിദ്യാർത്ഥികളുടെ മരണത്തിൽ അനുശോചിക്കുകയും അവരുടെ ഭൗതികദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ ഭൗതികദേഹത്തിൽ അന്തിമോപചാരം അർപ്പിച്ചതിന് ശേഷം അവർ മടങ്ങിയിരിക്കുന്നു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മടങ്ങി. പിന്നാലെ മൃതദേഹങ്ങൾ ഓരോന്നായി ആംബുലൻസിലേക്ക് മാറ്റുകയാണ്. 5 വിദ്യാർത്ഥികളുടെ ചേതനയറ്റ ശരീരം ഇവിടെ അവർ കളിച്ചുല്ലസിച്ച് അധ്യയനം നടത്തിയിരുന്ന മെഡിക്കൽ കോളേജിന് മുമ്പിൽ പ്രദർശിപ്പിച്ചു, പൊതുദർശനത്തിന് വെച്ചു. അതിനുശേഷം ഇപ്പോൾ അവരെ സ്വന്തം വീടുകളിലേക്ക് മാറ്റുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ അപകടത്തിൽ വണ്ടാനം മെഡിക്കൽ കോളേജിലെ 1ാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥികളായിട്ടുള്ള 5 വിദ്യാർത്ഥികളുടെ മരണമാണ് ആകസ്മികമായി സംഭവിച്ചത്. 6 വിദ്യാർത്ഥികൾ ഇപ്പോഴും ജീവനോട് മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ 2 പേരുടെ നില ഗുരുതരമായിരിക്കുന്നു. ഒരാൾ അതിഗുരുതരമായിട്ടുള്ള അവസ്ഥയിൽ തുടരുകയാണ്. മറ്റുള്ളവർ ചെറിയ പരിക്കുകളോടെ കഴിയുകയാണ്. തീവ്രപരിചരണ വിഭാഗത്തിലും മറ്റ് വിഭാഗങ്ങളിലുമെല്ലാം അവർ ചികിത്സയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും മികച്ച ചികിത്സകൾ തന്നെയാണ് അവർക്ക് ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നത് എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. വിവിധ വകുപ്പ് മന്ത്രിമാരും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് വൃത്തങ്ങളും സജ്ജമാക്കിയിരിക്കുന്നത് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തന്നെ ചികിത്സകൾ പ്രാപ്തമാണ്. അത്തരത്തിൽ എല്ലാ വിധത്തിലുള്ള സജ്ജീകരണവും ഒരുക്കിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ മറ്റ് വിദഗ്ധ ചികിത്സ ആവശ്യമാണെങ്കിൽ അത്തരത്തിൽ മറ്റ് ആശുപത്രിയിലേക്ക് മാറ്റാനും തയ്യാറാണെന്ന് മന്ത്രിമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അവസാനമായുള്ള ശേഷിക്കുന്ന 2 മൃതദേഹങ്ങൾ കൂടി പുറത്തേക്ക് മാറ്റുകയാണ്. ആലപ്പുഴ കളർകോട് വാഹനാപകടത്തിൽ മരിച്ച 5 വിദ്യാർത്ഥികളുടെയും പൊതുദർശനത്തിന്റെ സമയം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അവരുടെ മൃതദേഹങ്ങൾ അവരവരുടെ ഗൃഹങ്ങളിലേക്ക് മാറ്റുന്ന പ്രക്രിയയാണ് നടക്കുന്നത്. മിഥുൻ അയ്യപ്പനാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിയത്.